ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതേ കഴിഞ്ഞ ദിവസം മരിയൻ്റെ സ്കൂളിലെ ക്യൂൻസ് ഡേ പാർട്ടി നടന്നു. പിന്നെ അവളുടെ സ്കൂൾ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ആ വീഡിയോ ഇവിടെ ഇടാലോ എന്ന് വിചാരിച്ചു. അവളുടെ സ്കൂളും അവർ ചുറ്റുപാടും ഒക്കെ നിങ്ങളെയും കൂടി കാണിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത്. ഞങ്ങളുടെ ഹെലിക്കുഞ്ഞിന് 3 വയസ്സായി കഴിഞ്ഞപ്പോൾ സോഷ്യൽ വർക്കർ പറഞ്ഞ് സ്കൂളിൽ ചേർക്കണം. അപ്പോൾ ആണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു അവളെങ്ങനെ അവിടെ ചെന്ന് മാനേജ് ചെയ്യും. കാരണം ഫീഡിങ് ചേഞ്ചിങ് ഇതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ പിന്നെ ആയി കഴിഞ്ഞപ്പോൾ നമുക്കെല്ലാം മനസ്സിലായി. അവിടെ ഒരു ടീം തന്നെയുണ്ട്. പാഡ് ചേഞ്ച് ചെയ്യുന്നതിനൊരു ടീമുണ്ട്, നഴ്സിംഗ് ടീമുണ്ട്, അതായത് ഒരു നഴ്സുമാരും നഴ്സിംഗ് അസിസ്റ്റൻസും ആയിട്ടുള്ളൊരു ടീമുണ്ട്. അപ്പോൾ അതായത് സീഷേഴ്സൊക്കെ വന്നാലും അവർ തന്നെ മാനേജ് ചെയ്തോളും. ഇപ്പോൾ അവരെ കൊണ്ട് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർ ആംബുലൻസ് വിളിച്ചോളും. അപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് ആംബുലൻസൊക്കെ വരും, പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളും. അപ്പോൾ നമുക്ക് ആ രീതിയിലാണെങ്കിലും നമുക്ക് ആശ്വസിക്കാം, കൊച്ച് സേഫ് ആണല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ സ്കൂളിലാണെങ്കിൽ നമുക്കവിടെ പലതരത്തിലുള്ള തെറാപ്പീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഹൈഡ്രോ തെറാപ്പി ഉണ്ട്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പി, പിന്നെ ഡയറ്റീഷ്യൻ വിസിറ്റ് ചെയ്യും, പിന്നെ റീബൗണ്ട് തെറാപ്പി. അതായത് ഇൻഡോറിൽ തന്നെയായിട്ടാണ് ഇവർക്ക് എല്ലാ തരത്തിലുള്ള പ്ലേ ഗ്രൗണ്ടും അതിൻ്റെ ഉള്ളിലുണ്ട്. ഇൻഡോറിൽ തന്നെയായിട്ട് ട്രാംബുളിൻ പോലെയുള്ള റീബൗണ്ട് തെറാപ്പി ഉണ്ട്. ഇതെല്ലാം സേഫാണ്. സെൻസറി റൂമുണ്ട്. അപ്പോൾ കൊച്ചുങ്ങൾ ഭയങ്കരമായിട്ട് മരിയുമൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യത്തിലൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഓവർ എക്സൈറ്റഡ് ഒക്കെ ആവുന്ന സമയത്ത് ഇവർ സെൻസറി റൂമിൽ കൊണ്ടുപോകും. അപ്പോൾ അവിടുത്തെ ലൈറ്റും അത് അവളെ കാം ഡൗൺ ചെയ്യാൻ നല്ല എളുപ്പമാണ് ആ റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ. പിന്നെയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള സെലിബ്രേഷൻസും ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒട്ടുമിക്കൊരു 99% കുട്ടികളും വീൽ ചെയർ ബൗണ്ടഡ് ആണ്. കുറച്ച് കുഞ്ഞുങ്ങൾ മാത്രമേ ഇങ്ങനെ തന്നെ നടക്കാനൊക്കെ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ വെൻറ്റിലേറ്ററിൽ വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഫുൾ ട്രക്കിയോസ്റ്റമി, നമുക്ക് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ പേടിയാവും. അതുപോലെ ഒരു ലോഡ് എക്യുപ്മെൻറ്റ്സൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഒരു വ്യത്യസ്തമായ ലോകമാണ്. നമുക്കിത് നോർമലായ ആളുകൾക്ക് അറിയില്ല ഇങ്ങനൊരു ലോകം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം. മരിയമോളാണ് ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുപോയത്. ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇതെല്ലാം ഒരു പുതിയ അറിവായിരുന്നു. ഈ സ്കൂളിലാണെങ്കിൽ ഒരു ക്ലാസ്സിലാണെങ്കിൽ 6 or 7 കുഞ്ഞുങ്ങളെ ഒരു ക്ലാസ് റൂമിലുള്ളൂ. അതിനകത്ത് തന്നെ അപ്പോൾ 6 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 3 or 4 ടീച്ചിങ് അസിസ്റ്റൻസും ഉണ്ടാവും, ഒരു ടീച്ചറും ഉണ്ടാവും. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം ക്ലാസ് റൂമിനുള്ളിൽ നോക്കാം. പിന്നെ ചില കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ 1-to-1 സപ്പോർട്ട് ഉണ്ടാവും. മരിയമ്മൾക്കാണെങ്കിൽ 1-to-1 സപ്പോർട്ടുണ്ട് സ്കൂളിൽ. അത് നമ്മൾ പ്രൈവറ്റ്ലി ഫണ്ടഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് അത് ഫണ്ടഡായിട്ട് കിട്ടും, പക്ഷേ അതിന് ഒത്തിരി സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മരിയമ്മ ഇപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. പക്ഷെ അതിന് എത്ര നാളെടുക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രൈവറ്റ്ലി അറേഞ്ച് ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. പിന്നെ എല്ലാ തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ്, എല്ലാ എക്യുപ്മെൻറ്റ്സും ഗവൺമെൻറ് ഫണ്ടഡ് ആണ് കേട്ടോ. ആരും ഒന്നും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട. ഇവിടെയുള്ള വീൽ ചെയേഴ്സും കുഞ്ഞുങ്ങൾ അവർക്ക് യൂസ് ചെയ്യേണ്ടതായ എല്ലാ എക്യുപ്മെൻറ്റ്സും നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് സോഷ്യൽ സർവീസ് വഴി എല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈവൻ 3 വയസ്സ് കഴിഞ്ഞാൽ നോർമലായ കുഞ്ഞുങ്ങൾ യൂസ് ചെയ്യില്ലല്ലോ നാപ്പീസ്. അപ്പം അതും നമുക്ക് കമ്മ്യൂണിറ്റി നേഴ്സ് അല്ലെങ്കിൽ സ്കൂൾ നേഴ്സ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യും. അവർക്ക് ഇത്ര നാപ്പി ഇത്രയും ദിവസം വേണമെന്ന്. അപ്പോൾ മരിയമ്മൂനൊക്കെ എല്ലാ 3 മാസം കൂടുമ്പോഴും നാപ്പി ഡെലിവറി വരും. നമ്മളത് ഓർഡർ ചെയ്യണമെന്നേ ഉള്ളൂ. ഫ്രീ ഡെലിവറി ആയിട്ടാണ് നമുക്ക് നാപ്പി വരുന്നത്. അവർക്ക് ഒരു ദിവസം 4 നാപ്പി വെച്ചാണ് അവർ കണക്ക് കൂട്ടിയേക്കുന്നത്. അപ്പോൾ അത്രയും നാപ്പി നമുക്ക് ഡെലിവറി വരും. അതുപോലെ തന്നെ മരിയമ്മോക്ക് പെഗ് ഫീഡുണ്ട്. പെഗ് ഫീഡാണെങ്കിലും നമുക്ക് എല്ലാ മാസവും പെഗിൻ്റേതായ എല്ലാ എക്യുപ്മെൻറ്റ്സും അതിൻ്റെ ഫീഡും അതിൻ്റെ എല്ലാ സാധനങ്ങളും നമുക്ക് വരും. പിന്നെ ആണെങ്കിൽ കമ്മ്യൂണിറ്റി നേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് പെഗിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവരെ വിളിച്ച് പറഞ്ഞാൽ മതി. അവർ ഉടനെ തന്നെ വരും. എനിക്കിന്നേ വരെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. അവർ ഉടനെ തന്നെ വരും. അവർ അസസ് ചെയ്യും, എന്താ വേണ്ടതെന്ന് ചോദിക്കും, മെഡിസിൻ വേണമെങ്കിൽ പ്രിസ്ക്രൈബ് ചെയ്ത് തരും. കുഞ്ഞുങ്ങൾക്ക് 16 വയസ്സ് വരെ ഈവൻ നോർമൽ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പോലും മെഡിസിൻ ഇവിടെ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ എന്ത് മെഡിസിൻ ആണെങ്കിൽ പോലും അത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്, പ്രിസ്ക്രൈബ് ചെയ്തത്. ഫാർമസി ഓവർ കൗണ്ടർ മെഡിസിൻ നമുക്ക് കിട്ടില്ല, അത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം. അതായത് കാൽപോൾ, ഐബുപ്രൂഫിൻ, പിന്നെ നെയ്സൽ സ്പ്രേ, ഇങ്ങനത്തെയൊക്കെ ഇല്ലേ, ഇതെല്ലാം നിസ്സാര പൈസയെ വരുള്ളൂ. അതുകൊണ്ട് അതൊന്നും പ്രിസ്ക്രൈബ്ഡ് ആയിട്ട് നമുക്ക് കിട്ടില്ല. പിന്നെയാണെങ്കിൽ മരിയൻ്റെ സ്കൂള് 3 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്ത് 1, 2, 3, 4 അങ്ങനെയൊന്നുമല്ല ക്ലാസ്സിൽ അവർ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഏജ് അനുസരിച്ചുമല്ല. ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ 2 വർഷം അങ്ങനെ, അത് ഡിപ്പെൻഡാണ്. അവരെ സെപ്പറേറ്റൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ സ്കൂൾ ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ തന്നെ ഒരു സ്ലീപ്പ് ഓവർ ക്ലബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു ഫെസിലിറ്റി കൂടിയുണ്ട്.
അതായത് ചില കുഞ്ഞുങ്ങൾക്ക് കുറേ കുഞ്ഞുങ്ങളവിടെ താമസിക്കും. അവർ തന്നെ എല്ലാ കെയറിങ്ങും എല്ലാം അവർ തന്നെ ചെയ്യും. ഓവർനൈറ്റ് പിറ്റേ ദിവസം അവർ സ്കൂളിലേക്ക് കൊണ്ടുവന്നാക്കും. അപ്പോൾ അതായത് ഒരു ഡിപ്പെൻഡൻസി പിള്ളേരിൽ വളർത്തിയെടുക്കാൻ വേണ്ടി മാതാപിതാക്കളിൽ നിന്ന് സെപ്പറേറ്റ് ആയി അവരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. അവിടെ അവരെ ഹെൽപ്പൊക്കെ ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിപ്പിക്കും. ചെറുതായിട്ട് അതായത് വീട്ടിലെ നമ്മൾ കുക്കിങ്ങൊക്കെ ചെയ്യിക്കുന്ന പോലെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പഠിപ്പിക്കും. പിന്നെ വീട്ടിലുള്ള പണികളില്ലേ അതെല്ലാം അവരെ കൊണ്ട് ചെയ്യിക്കാൻ പ്രാപ്തരാക്കുന്ന രീതിയിലാണ് സ്ലീപ്പ് ഓവർ ക്ലബ്ബ് അവരിവിടെ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ഞാനിതുവരെയും ഞങ്ങളുടെ കുഞ്ഞിനെ വിട്ടിട്ടില്ല. കാരണം ഞങ്ങൾക്ക് അവളെ ഇതുവരെയായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പകൽ തന്നെ വിടുന്നത് നമുക്കങ്ങനെ വിടണം, അത് നിർബന്ധമായതുകൊണ്ടാണ്. രാത്രി നമുക്കൊരിക്കലും അവളെ നമ്മുടെ അടുത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. അങ്ങനെ ഹോളിഡേ പറയുവാണെങ്കിൽ ഹോളിഡേ ടൈമിലും ഇവരിവിടെ സ്കൂളിൽ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് രാവിലെ 9 മണി മുതൽ 3 മണി വരെയൊക്കെ സ്കൂൾ ഓപ്പണാണ്. അപ്പോൾ പാരൻസ് ചെല്ലണം എന്നേ ഉള്ളൂ. പക്ഷേ അവിടെ ടീച്ചിങ് അസിസ്റ്റൻസൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യും. അതായത് ഇപ്പോൾ വെക്കേഷൻ ആണെങ്കിൽ പോലും അവരുടെ ആക്ടിവിറ്റീസിനൊരു മുടക്കം വരുത്താത്ത രീതിയിലുള്ള ഹോളിഡേ ആക്ടിവിറ്റീസാണ് അവിടെ നടക്കുന്നത്. ഞങ്ങളൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഹോളിഡേ പോകുന്നത് കൊണ്ട് ഇന്ന് വരെയായിട്ടും അങ്ങനെ ഒരു ആക്ടിവിറ്റീസിന് പങ്കെടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടാണ്. നമുക്കിപ്പോൾ ഈ എക്യുപ്മെൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ, അത് സ്കൂളിലേക്ക് മാത്രമല്ല, അപ്പോൾ വീട്ടിലേക്ക് ഇവർക്ക് കിടക്കാനുള്ള ബെഡ്, അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ടോയ്ലറ്റിലേക്കാണെങ്കിൽ ഷവർ ചെയർ, എല്ലാം എന്തൊക്കെ എക്യുപ്മെൻസ് ഇപ്പോൾ വീട്ടിലേക്ക് കയറാൻ വേണ്ടുന്ന റാമ്പ് വേണമെങ്കിൽ അതെല്ലാം നമുക്ക് സോഷ്യൽ സർവീസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും. അതുമാത്രമല്ല ഇയർലി അത് എക്സാം ചെയ്യാനും വരും. അത് ചെക്ക് ചെയ്യും. എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ അതെല്ലാം അവർ ചെക്ക് ചെയ്യും. പിന്നെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി. അതായത് നമുക്കിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഡിസേബിൾഡ് ആണെങ്കിൽ അത് മോട്ടബിലിറ്റി എന്നൊരു സ്കീമുണ്ട് ഇവിടെ. ആ വഴിയായിട്ട് നമുക്ക് വണ്ടി എടുക്കാവുന്നതാണ്. അപ്പം മോട്ടബിലിറ്റിയിൽ നിന്ന് കിട്ടുന്ന പൈസ നമുക്ക് ഈ വണ്ടിക്ക് പേ ചെയ്താൽ മതി. അതായത് മാസം ഒരു 200-250 പൗണ്ടൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ കിട്ടുന്ന പൈസയാണ്. അത് നമ്മൾ കൊടുക്കുവാണെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 3 വർഷത്തേക്കാണ് നമുക്ക് വണ്ടി കിട്ടുന്നത്. എല്ലാ 3 വർഷം കൂടുമ്പോഴും നമുക്ക് പുതിയ വണ്ടി കിട്ടും. ഈ വണ്ടി നമ്മൾ റിട്ടേൺ കൊടുക്കണം, പുതിയ വണ്ടി കിട്ടും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ പറയുവാണെങ്കിൽ എല്ലാ സ്ഥലവും വീൽ ചെയർ ആക്സസിബിൾ ആണ്. ഓക്കെ, ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ? എക്സൈറ്റഡ് ആണോ അതോ വിഷമമാണോ? No. Also, I am sad because And the year 9 ending. Year 10ലേക്ക്. ഇതിൻ്റെ കുഞ്ഞിൻ്റെയും ലാസ്റ്റ് ഡേ ആണെന്ന്. ഇനി സ്കൂളിലെ ഇനി അടുത്ത സെപ്റ്റംബറിൽ അവരുടെ സ്കൂൾ തുറക്കും. അപ്പോൾ ഇത് ഇയർ 10ലേക്കും പൊന്നു ഇയർ 9ലേക്കുമാണ് പോകുന്നത്. പൊന്നു ബട്ടൺസ് ഇട്ടില്ല, ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടേ. അപ്പോൾ രണ്ടുപേർക്കും ഗുഡ് ലക്ക്. ഇന്ന് പോയിട്ട് വാ. ഇന്നലെ പാർട്ടി വൈകുന്നേരം. സ്വീറ്റ് എന്തിനാ? നിങ്ങളവിടെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നില്ലേ? അപ്പം അതുപോലെ എന്നാ ബൈ. ഞാൻ അതിലടിച്ചോളാം. Bye bye. Bye bye.